ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നെന്താ നമുക്ക് ഈസി ആയിട്ടൊരു ചിക്കൻ കൊണ്ട് റെസിപ്പി തയ്യാറാക്കില്ല. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന എല്ലാ പൊടികളും നമുക്ക് ഈ ചിക്കനിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്തതാണ്. അതിലേക്ക് ഇച്ചിരി പാടുള്ളത് ഈ സവാളയൊന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മസാല പുരട്ടി വയ്ക്കാം. എന്നിട്ട് എന്താ, ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് ഈ ചിക്കൻ അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ആവശ്യം വരത്തില്ല. വെള്ളം അഥവാ ചിക്കനിൽ നിന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ആ വെള്ളമൊക്കെ വറ്റി വരുന്ന ആ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ മാറി ഇതുപോലെ ഒന്ന് കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ, ചിക്കൻ ചുക്കയാണ് തയ്യാറാക്കിയത്. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ എന്തിൻ്റെ കൂടെയും നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കുന്നത്.